PSC വോയിസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് പ്രകൃതിയുടെ കൈകളാൽ. പ്രകൃതിയുടെ കൈകളാൽ ആരംഭിക്കാം. വിവിധ ഭൂരൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. വെള്ളച്ചാട്ടങ്ങൾ, താഴ്വരകൾ, പർവ്വതങ്ങൾ, ഇതുപോലെയുള്ള വിവിധ ഭൂരൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റമുണ്ടാക്കാൻ ആന്തരിക ശക്തികൾക്കും ബാഹ്യശക്തികൾക്കും കഴിയും. ഈ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഭൂരൂപീകരണ പ്രക്രിയകളല്ല, ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ, ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയും. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല, ഇതുപോലെയുള്ള ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പല ഭൂരൂപങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ സഹായിക്കുന്ന ശക്തികളെ നമ്മൾ ഭൂരൂപ രൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കും. ഭൂരൂപ രൂപീകരണ സഹായികൾ. അടുത്തത് ഹിമാനികളെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാനി എന്ന് പറഞ്ഞാൽ എന്താ? ആ വലിയ മലയുടെ മുകളിൽ മഞ്ഞ് വന്ന് വീഴുന്നു. ആ മഞ്ഞുപാളികൾ താഴേക്ക് നീങ്ങുന്നതിനെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. മഞ്ഞ് മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഈ മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്തായിരിക്കും? ജിയോമോർഫോളജി. ഈ ഭൂരൂപങ്ങളുടെ രൂപീകരണവും അതിന്റെ പരിണാമത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം. അപ്പൊ ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഭൂരൂപ രൂപീകരണ ശാസ്ത്രമാണ്, ജിയോമോർഫോളജി. അടുത്തത് പറയാൻ പോകുന്നത് അപരദനവും നിക്ഷേപണവും എന്താണെന്ന്. നമ്മൾ മുൻപൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പലതരം അപക്ഷയമുണ്ട് അല്ലേ? ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം, ഇങ്ങനെയൊക്കെയാണ് ശിലകൾ പൊടിയുന്നത്. അപക്ഷയത്തിലൂടെയാണ് ശിലകൾ പൊടിയുന്നത്. ആ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കളെ വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ പോലെയുള്ള ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. പൊടിഞ്ഞ ശിലകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം അഥവാ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇനി ഈ കൊണ്ടുപോകുന്ന വസ്തുക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കണം അല്ലേ? അങ്ങനെ ഈ കൊണ്ടുപോയി നിക്ഷേപിക്കപ്പെടുന്നതിനെയാണ് നിക്ഷേപണം അഥവാ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം. അത് താഴ്ന്ന ഏതെങ്കിലും പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെ നമ്മൾ നിക്ഷേപണം എന്ന് പറയുന്നു. എളുപ്പമല്ലേ? അടുത്തത് പറയാൻ പോകുന്നത് നദികളെ കുറിച്ചാണ്. നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് പ്രഭവസ്ഥാനം എന്ന് പറയുന്നത്. നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം, സോഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. എന്നിട്ട് ഇത് എവിടെയാണ് അവസാനിക്കുന്നത്? നദി ഒഴുകി അവസാനം ചെന്ന് കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ ആണല്ലേ പതിക്കുന്നത്. അപ്പൊ നദി എവിടെയാണോ പതിക്കുന്നത് അതിനെയാണ് നദീമുഖം അഥവാ മൗത്ത് എന്ന് വിളിക്കുന്നത്. മാറിപ്പോകരുത്, മൗത്ത് എന്ന് പറയുന്നത് നദി അവസാനിക്കുന്ന ഭാഗമാണ് കേട്ടോ. തുടങ്ങുന്ന ഭാഗം, നദി ഉത്ഭവിക്കുന്ന ഭാഗം പ്രഭവസ്ഥാനം അഥവാ സോഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. നദി എവിടെയാണോ ചെന്ന് പതിക്കുന്നത് അതിനെ നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്നാണ് വിളിക്കുന്നത്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, അത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജലത്തിന്റെ അളവ് അല്ലെ? ജലം കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് നദി ഒഴുകും അല്ലെ? ജലം കുറവാണെങ്കിൽ ഒഴുക്ക് കുറവായിരിക്കും. അപ്പൊ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഘടകമാണ് ജലത്തിന്റെ അളവ്. അടുത്തത് ശിലാഘടന. പ്രദേശത്തിന്റെ ചെരിവ് കുത്തനെയുള്ള ചെരുവാണെങ്കിൽ വേഗം ഒഴുകും അല്ലെ? അപ്പൊ പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്, ജലത്തിന്റെ അളവ്, ശിലാഘടന, ആ പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്, ഇതെല്ലാം നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അടുത്തത് പറയാൻ പോകുന്നത് നദീമാർഗത്തെ നമ്മൾ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. നദി തുടങ്ങുന്നത് പ്രഭവസ്ഥാനമാണ്, നദി അവസാനിക്കുന്നത് നദീമുഖമാണ് അല്ലേ? ആ പ്രഭവസ്ഥാനത്ത് നിന്നും ഒഴുകി നദീമുഖം വരെ പോകുന്ന ആ ഒരു വഴിയെ, നദീമാർഗത്തെ നമ്മൾ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തു നിന്നും കുത്തനെയുള്ള ചെരുവിലൂടെ ഭയങ്കര അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ കുത്തനെയുള്ള ചെരുവിലൂടെയാണ്, അവിടെ സ്പീഡ് കൂടുതലായിരിക്കും. അതിവേഗത്തിൽ ഒഴുകുന്ന ഈ ഭാഗത്തെ നമ്മൾ ഉപരിഘട്ടം എന്ന് പറയുന്നു. അപ്പൊ നല്ല സ്പീഡിൽ ഒഴുകുമ്പോൾ അവിടെ എന്തായിരിക്കും? അപരദനം കൂടുതലായിരിക്കും. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടമാണ് ഉപരിഘട്ടം. അടുത്തത് മധ്യഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെരിവ് ഇച്ചിരി കുറയും അല്ലേ? ചെരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അപരദന തീവ്രത അങ്ങ് കുറയും. പിന്നെ എന്ത് തുടങ്ങും? നിക്ഷേപണ പ്രവർത്തനം തുടങ്ങുന്നു. അപരദന തീവ്രത കുറഞ്ഞ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നത് മധ്യഘട്ടത്തിലാണ്.
അവസാനത്തേത് കീഴ്ഘട്ടം. സമതല ഭാഗത്തോടു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. ഇവിടെ എത്തുമ്പോഴോ ഈ നദി കൊണ്ടുവന്ന അവസാദങ്ങളെല്ലാം നിക്ഷേപിക്കുന്നത് എവിടെയാണ്? ഈ കീഴ്ഘട്ടത്തിലാണ്. അവിടെ നിക്ഷേപണ പ്രവർത്തനം കൂടുതലായിരിക്കും. അപ്പോൾ ഉപരിഘട്ടം കുത്തനെയുള്ള ചെരുവിലൂടെ വളരെ വേഗത്തിൽ വരുന്നു. അവിടെ അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കും. മധ്യഘട്ടം വരുമ്പോൾ സ്പീഡ് കുറയുന്നു. അവിടെ അപരദന തീവ്രത കുറയുന്നു. നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. കീഴ്ഘട്ടം വരുമ്പോഴോ അവിടെ നിക്ഷേപണ പ്രവർത്തനമായിരിക്കും കൂടുതലുണ്ടാകുക. ഇനി ഇതിൽ കൊടുത്തേക്കുന്നത് നോക്കാം. ഉപരിഘട്ടം നദിയുടെ ഉത്ഭവ പ്രദേശം. കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം. നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം PYQ ആണ് കേട്ടോ. അപ്പൊ താഴ്വരകൾ, വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടാകുന്ന എവിടെയാ? ഉപരിഘട്ടമാണ്. മധ്യഘട്ടം അടിവാരത്തുകൂടി ഒഴുകുന്നു. അവിടെ അപരദനം കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം കൂടുന്നു. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങളൊക്കെയാണ് മധ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. കീഴ്ഘട്ടത്തിലേക്ക് വരുമ്പോൾ സമതല പ്രദേശത്തു കൂടിയാണ്. അവിടെ നിക്ഷേപണ പ്രവർത്തനമായിരിക്കും സജീവമായിട്ടുണ്ടാവുന്നത്. കീഴ്ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ. അപ്പൊ ഈ കുറേ ഭൂരൂപങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചല്ലേ. ഉപരിഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭൂരൂപം ഏതാ? താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും. മധ്യഘട്ടമാണെങ്കിലോ മിയാൻഡറുകളും ഓക്സ്ബോ തടാകവും. കീഴ്ഘട്ടമാണെങ്കിൽ പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ. ഇനി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് നദിയുടെ അപരദനത്തെ കുറിച്ചൊന്ന് പറയാം. നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തിന്റെ ചെരിവ്, അവിടുത്തെ ശിലാഘടന. കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കേട്ടാൽ മനസ്സിലാവും അല്ലേ. ഒഴുക്കിന്റെ വേഗത കൂടിയാൽ അപരദനവും കൂടും. അപ്പോൾ ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്ത് ചെരിവുണ്ടോ, അവിടുത്തെ ശിലാഘടന എന്താണ്, ഇതൊക്കെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അടുത്ത കൊടുത്തിരിക്കുന്ന അപഘർഷണം. എളുപ്പം പറയാനാണെങ്കിൽ നമ്മൾ ഈ തോട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ മിനുസം കല്ലുകളൊക്കെ കാണും അല്ലേ. എന്തുകൊണ്ടാ? നദി ഒഴുകിക്കൊണ്ട് വരുന്ന ഈ ചരളും മണലും ഉരുളൻ കല്ലുകളൊക്കെ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലും ശിലകളിൽ ഉരസുന്നത് മൂലം പാറകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ അവിടെയുള്ള പാറകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തേയ്മാനമൊക്കെ സംഭവിച്ച പാറകളൊക്കെ ആയിരിക്കും അല്ലേ. അതിനെയാണ്, ഇത്തരത്തിലുള്ള അപരദനത്തെയാണ് അപഘർഷണം, അബ്രേഷൻ അഥവാ കൊറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നദി ഒഴുകിക്കൊണ്ട് വരുന്ന ചരള്, മണല്, ഉരുളൻ കല്ലുകൾ ഇങ്ങനെയുള്ള ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളുമുള്ള ശിലകളിൽ ഉരസുന്നത് മൂലം പാറകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഈ അപരദനത്തെയാണ് അപഘർഷണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപഘർഷണം എന്തുവാണെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ ഭൂരൂപങ്ങളിലേക്ക് കടക്കുവാണ്. നദീ ഭൂരൂപങ്ങൾ. എന്താണ് നദീ ഭൂരൂപങ്ങൾ? നദി ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണോ അതാണല്ലേ. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, നോക്കിക്കേ, ഒഴുക്കിന്റെ വേഗത കൂടുമ്പോൾ നല്ല ശക്തമായ അപരദന പ്രക്രിയ ആയിരിക്കും അല്ലേ. അതിന്റെ ഫലമായിട്ട് നദിയുടെ ആഴം വർദ്ധിക്കുന്നു. ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്ന അനുസരിച്ച് അപരദന പ്രക്രിയ കൂടുമ്പോൾ നദിയുടെ ആഴം വർദ്ധിക്കുന്നു. ഇനി നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് ഒരു പ്രത്യേക രൂപം ഉണ്ടാവും. നദിയുടെ അടിത്തട്ടിൽ അപരദനം കൂടുതലാണെങ്കിൽ താഴ്വരകൾ ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും. ആ ഷേപ്പാണ് വി ആകൃതി. ആ വി ആകൃതിയിൽ ഉണ്ടാകുന്ന താഴ്വരകളെയാണ് വി രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ, നദിയുടെ അടിത്തട്ടിൽ അപരദനം കൂടുമ്പോൾ താഴ്വരകൾക്ക് ഒരു വി രൂപം വരുന്നു. ഈ താഴ്വരകളെ നമ്മൾ വി രൂപ താഴ്വരകൾ എന്നാണ് വിളിക്കുന്നത്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെ ഒരു പ്രത്യേക പേരിട്ട് തന്നെ വിളിക്കുന്നുണ്ട്. അത് നദീജന്യ ഭൂരൂപങ്ങൾ, ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് എന്നാണ്. നദിയുടെ അപരദനം മൂലമോ നിക്ഷേപണം മൂലമോ ഉണ്ടാകുന്ന ഭൂരൂപമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നദീജന്യ ഭൂരൂപങ്ങൾ, ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് എന്ന് പറയും. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? വി രൂപ താഴ്വരയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. അടുത്തത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വെള്ളച്ചാട്ടമാണ് അല്ലേ. നദിയുടെ അപരദനത്തിന്റെ ഫലമായിട്ട് ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഉപരിഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു നദീജന്യ ഭൂരൂപമാണ് വെള്ളച്ചാട്ടം. അപ്പൊ ഏതൊക്കെ ഇപ്പൊ പറഞ്ഞു? വി രൂപ താഴ്വര പറഞ്ഞു, വെള്ളച്ചാട്ടവും പറഞ്ഞു അല്ലെ. വെള്ളച്ചാട്ടം എവിടെയാണ്? ഉപരിഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മിയാൻഡറുകളും ഓക്സ്ബോ തടാകവുമാണ്. ഇതെവിടെയാണ്? മധ്യഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് അല്ലെ. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ നദി ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? നേരെ പോകേണ്ടതിന് പകരം ഇങ്ങനെ വളഞ്ഞൊഴുകുന്നു. അങ്ങനെ വളഞ്ഞൊഴുകുന്ന നദീ ഭാഗത്തിലെ ഈ വളവുകളെ വിളിക്കുന്ന പേരാണ് മിയാൻഡറുകൾ. ഏതാടാ? ചെരിവ് കുറഞ്ഞ പ്രദേശത്തൂടെ നദി ഒഴുകുന്ന സമയത്ത് ഏതെങ്കിലും അവസാദങ്ങളോ ശിലാരൂപങ്ങളൊക്കെ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? വളഞ്ഞൊഴുകുന്നു. ആ വളഞ്ഞൊഴുകുന്ന സമയത്തുള്ള ഈ വളവുകളെയാണ് വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് വിളിക്കുന്നത്. മിയാൻഡറുകൾ എവിടെയാണ് കാണുന്നത്? മധ്യഘട്ടത്തിലും കാണും, ചിലപ്പോൾ മിയാൻഡറുകളൊക്കെ കീഴ്ഘട്ടത്തിലും ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന എവിടെയാണ്? മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ വളഞ്ഞൊഴുകുന്ന സമയത്ത് ഒരുപാട് വളവ് കൂടുന്ന സമയത്ത്
നദി എന്ത് ചെയ്യും? നേർഗതിയിൽ അങ്ങ് ഒഴുകാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ആ വളഞ്ഞൊഴുകിയ ഭാഗം എന്താ? സെപ്പറേറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒറ്റപ്പെട്ട തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. നദിയിൽ നിന്നും വേറിട്ട് കാണുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം ഇതിങ്ങനെ വളഞ്ഞൊഴുകും അല്ലേ? തടസ്സങ്ങൾ വരുമ്പോൾ വളഞ്ഞൊഴുകും. ആ വളവുകളെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ആ വളവ് ഒത്തിരി ഇങ്ങനെ വളഞ്ഞു വന്നു കഴിയുമ്പോൾ നദി എന്ത് ചെയ്യും? നേർഗതി സ്വീകരിച്ച് നേരെ ഒഴുകാൻ തുടങ്ങും. അത് കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു വളവുള്ള ഭാഗം മാത്രം ഒറ്റപ്പെട്ട് നിൽക്കും. അങ്ങനെ നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കുന്നത്. അത് കണ്ടല്ലോ. അപ്പൊ ഈ മിയാൻഡറുകളും ഓക്സ്ബോ ലേക്കുകളും ഉണ്ടാകുന്ന എവിടെയാണ്? മധ്യഘട്ടത്തിലാണ്. അടുത്തത് കീഴ്ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നേ? പ്രളയ സമതലങ്ങളാണ് അല്ലേ? പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇങ്ങനെ എക്കൽ നിക്ഷേപിച്ച് രൂപക്കൊള്ളുന്ന സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ അഥവാ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൃഷിക്കൊക്കെ നല്ല അനുയോജ്യമായിട്ടായിരിക്കും അല്ലേ? എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ലേ? അപ്പൊ കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് ഈ എക്കൽ മണ്ണുകൾ എന്ത് ചെയ്യുന്നു? എക്കൽ മണ്ണുകളൊക്കെ ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു. പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിന്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ്. സിന്ധു നദി ഒഴുകി വരുമ്പോൾ എക്കൽ നിക്ഷേപിച്ചുണ്ടാകുന്നത് സിന്ധു സമതലം, ഗംഗാ നദിയാകുമ്പോൾ ഗംഗാ സമതലം. അപ്പൊ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് അല്ലേ? അപ്പൊ ഈ 3 നദികളും ഉണ്ടാക്കുന്ന സിന്ധു സമതലവും ഗംഗാ സമതലവും ബ്രഹ്മപുത്ര സമതലവും ഒക്കെയാണ് ഈ ഒരു ഉത്തരേന്ത്യൻ എക്കൽ സമതലം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഗംഗാ സമതലമാണ്. ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം പോലെയുള്ള വിളകളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. കാരണം കൃഷിക്ക് വളരെ അനുയോജ്യമായിരിക്കും ഈ ഒരു പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്കും അധിവസിക്കുന്നത് ഈ പ്രദേശത്താണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അടുത്തത് പോഷക നദിയും കൈവഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയാണ് നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് വിളിക്കുന്നു. നദിയിലേക്ക് ഒഴുകി വരുന്നതിനെയാണ് പോഷക നദികൾ. പോഷകമാണല്ലേ? നദി ഒരു കുഞ്ഞു നദിയായിരുന്നു. ആ നദിയിലേക്ക് കുറേ പോഷക നദികൾ വരുമ്പോൾ അത് വലിയ നദികളാവും. അപ്പൊ നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും നമ്മൾ പോഷക നദികൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ നദി ഇങ്ങനെ ഒഴുകി നദീമുഖം ഏറ്റവും അവസാനം എത്താറായില്ലേ? നദീമുഖത്തോട് എത്തുന്ന സമയത്ത് അവിടെ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരിവിന്റെ അഭാവം എന്നിവ കൊണ്ടൊക്കെ നദികൾ പലതായിട്ട് വേർപിരിഞ്ഞു പോകാറുണ്ട്. ഈ വേർപിരിഞ്ഞു പോകുന്നതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. അപ്പൊ പോഷക നദി എന്താണ്? നദിയിലേക്ക് ഒഴുകി വരുന്ന ഉപനദികളും നീർച്ചാലുകളുമാണ് പോഷക നദി. നദി അതിന്റെ ഒഴുക്ക് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സ്പീഡ് ഭയങ്കര കുറവാണ്, ചെരുവൊന്നുമില്ല. അപ്പൊ നദികൾ ഇങ്ങനെ പലതായിട്ട് വേർപിരിഞ്ഞു പോകാൻ തുടങ്ങും. അതിനെയാണ് കൈവഴി അഥവാ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? വെള്ളച്ചാട്ടം പറഞ്ഞു, വീരൂപ താഴ്വര പറഞ്ഞു, മധ്യഘട്ടത്തിലെ മിയാൻഡറുകളും ഓക്സ്ബോ തടാകവും പറഞ്ഞു. പിന്നെ നമ്മൾ പ്രളയ സമതലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡെൽറ്റയെ കുറിച്ചാണ് കേട്ടോ. നദികൾ ഒഴുകിക്കൊണ്ട് വരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ഒരു ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയിലുള്ള ഒരു ഭൂരൂപത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നദി ഒഴുകിക്കൊണ്ട് വരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ച് ഒരു ത്രികോണ ആകൃതിയിലൊരു ഭൂരൂപം ഉണ്ടാകും. ഡെൽറ്റ എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയിലല്ലേ ഇരിക്കുന്നേ? ഗ്രീക്ക് അക്ഷരമാലയിൽ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ത്രികോണം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ ത്രികോണ സമാനമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നദീജന്യ ഭൂരൂപങ്ങളാണ് പഠിച്ചത് കേട്ടോ, മറക്കരുത്. എന്തൊക്കെ പഠിച്ചു? വീരൂപ താഴ്വര നമ്മൾ പഠിച്ചു, വെള്ളച്ചാട്ടം പറഞ്ഞു, മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ, ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻസ്, ഇതെല്ലാം എന്താണ്? നദീജന്യ ഭൂരൂപങ്ങളാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സുന്ദരവനത്തിലെ സുന്ദരികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? അത് പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ് കേട്ടോ. സുന്ദർബൻ ഡെൽറ്റ കേട്ടിട്ടില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ്. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ ഒരു സുന്ദർബൻ ഡെൽറ്റ ഉണ്ടാകുന്നത്. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് അതിനെ സുന്ദരവനം എന്ന് വിളിക്കുന്നത്. അപ്പൊ കണ്ടൽ വനങ്ങളൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സുന്ദരവനം അഥവാ സുന്ദർബൻസ് എന്ന് വിളിക്കുന്നു. അടുത്തത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നദീജന്യ ഭൂരൂപങ്ങളാണ് പഠിക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ടും ഭൂഗർഭജലം, ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉപരിതല നീരൊഴുക്കിന്റെ ഒരു ഭാഗം മണ്ണിനടിയിലൂടെ ഊഴ്ന്നിറങ്ങി
ഒഴുകുന്നു. ഇതിനെയാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത് അല്ലേ. ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ജലത്തെ നമ്മൾ ഭൂഗർഭജലം എന്ന് വിളിക്കുന്നു. ഇനി ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള ശിലകളിൽ വന്ന് വീഴുവാണെന്ന് വെക്കുക. അപ്പം ഈ ചുണ്ണാമ്പ് കല്ലുകളൊക്കെ വേഗം ജലത്തിൽ ലയിക്കുന്നു. ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളാണ് കാണപ്പെടുന്നത്. കാരണം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ വന്ന് വീഴുന്ന സമയത്ത് ഇത് എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഭൂസവിശേഷതകളെ നമ്മൾ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് വിളിക്കുന്നത്. മഴവെള്ളം താഴ്ന്നിറങ്ങുമ്പോൾ ചുണ്ണാമ്പ് കല്ലുകൾ ലയിച്ച് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് കാസ്റ്റ് ഭൂപ്രകൃതി. ആ ഭൂസവിശേഷതയെ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ പടം നോക്കിയേ, ഇതിൽ സ്റ്റാലക്ടൈറ്റ് ഉണ്ട്, സ്റ്റാലഗ്മൈറ്റ് ഉണ്ട്, ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളുണ്ട്. ജലവുമായിട്ട് അലിഞ്ഞു ചേർന്നുണ്ടാവുന്ന ഈ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് തുള്ളികളായിട്ട് വീഴുന്നു. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു, ഗുഹയുടെ മേൽഭാഗത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരുന്ന താഴേക്ക് വളരുന്ന ഈ നിക്ഷേപണ രൂപത്തെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴേക്കാണെന്ന് ഓർത്ത് വെക്കണം. ജലവുമായിട്ട് ചേർന്നുണ്ടാവുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് തുള്ളിത്തുള്ളിയായിട്ട് വീഴുന്നു. ഈ മിശ്രിതത്തിന്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ ഭൂരൂപമാണ് സ്റ്റാലക്ടൈറ്റ്. കൈറ്റ് എപ്പോഴും എവിടെ എന്താ, മേളിലല്ലേ. പട്ടം എവിടെയാ, മേളിലല്ലേ. അപ്പൊ സ്റ്റാലക്ടൈറ്റ് മുകളിൽ നിന്ന് താഴേക്കാണെന്ന് മറക്കരുത്. അടുത്തത് സ്റ്റാലഗ്മൈറ്റ്. എന്താ, മുകളിൽ നിന്ന് ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് വീഴുമ്പോൾ കുറച്ചൊക്കെ തറയിലും വീഴും അല്ലേ. അപ്പൊ തറയിൽ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചുണ്ണാമ്പ് നിക്ഷേപം വരുന്നു. ആ ഭൂരൂപത്തെയാണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്കുള്ള ചുണ്ണാമ്പ് നിക്ഷേപത്തെ സ്റ്റാലക്ടൈറ്റ് എന്നും താഴെ നിന്ന് മുകളിലേക്കുള്ളതിനെ സ്റ്റാലഗ്മൈറ്റുകൾ എന്നും വിളിക്കുന്നു. ഇനി മുകളിൽ നിന്നും വരുന്നു, താഴെ നിന്നും വരുന്നു. കുറെ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും കൂടിച്ചേരും അല്ലേ. അങ്ങനെ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് സ്തംഭങ്ങൾ അഥവാ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും സ്തംഭങ്ങളുമാണ്. ക്ലിയർ ആയില്ലേ? ആ മൂന്നിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കടലോര കാഴ്ചകളാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റിൻ്റെ ഒക്കെ കൂടെ ബോറ ഗുഹകളിൽ ചുണ്ണാമ്പ് ശിലകൾ കാണാറുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ബോറ ഗുഹകൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ചുണ്ണാമ്പ് ശിലാ ഗുഹകൾക്ക് ഉദാഹരണമാണ് ബോറ ഗുഹകൾ. അത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. ഇനി നമുക്ക് കടൽ തീരത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജലം കഴിഞ്ഞില്ല കേട്ടോ, നദീജന്യ ഭൂരൂപങ്ങൾ കഴിഞ്ഞില്ല. നദിയുടെ പ്രധാനപ്പെട്ട നമ്മൾ വെള്ളച്ചാട്ടം, വീരൂപത്താഴ്വരയും, മിയാൻഡറും, ഓക്സ്ബോ തടാകവും പഠിച്ച്, നമ്മൾ ഫ്ലഡ് പ്ലെയിൻ പഠിച്ചു, ഡെൽറ്റ പഠിച്ചു. അത് ഇനി നമ്മൾ അണ്ടർ വാട്ടർ വേറെ തന്നെ പറഞ്ഞല്ലേ, സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും പില്ലേഴ്സും പറഞ്ഞു. ഇനി കടലിലേക്ക് വരുമ്പോൾ അവിടെയും എന്താണ്, കടൽ തീരത്തും ഭൂരൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊരെണ്ണമാണ് ക്ലിഫുകൾ. നമ്മൾ തിരുവനന്തപുരത്ത് വർക്കലയിലൊക്കെ പോയാൽ കാണാൻ പറ്റുമോ അല്ലേ. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് നമ്മൾ ക്ലിഫുകൾ, സീ ക്ലിഫ് എന്ന് വിളിക്കുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ. അപ്പോൾ ക്ലിഫ് എന്താണെന്നറിയാലോ. ഇനി അടുത്തത് സ്തംഭങ്ങൾ, സ്റ്റാഗ്സ് എന്ന് പറയുന്നു. തിരമാലകളുടെ അപകർഷണ ഫലമായി കടൽ തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. നേരത്തെ അപകർഷണം പറഞ്ഞ ഓർമ്മയുണ്ടോ? വന്നടിക്കുന്ന സമയത്ത് അത് മിനുസമാക്കും അല്ലേ. അപ്പൊ തിരമാലകളുടെ അപകർഷണം മൂലം കടൽ തീരത്തെ ശിലകൾ ഒറ്റപ്പെട്ട തൂണുകൾ പോലെ നിൽക്കുന്നു. അങ്ങനെ കടൽ തീരത്ത് കാണുന്ന തൂണുകളെയാണ് സ്തംഭങ്ങൾ അഥവാ സ്റ്റാഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ കടൽ തീര ക്ലിഫുകളുണ്ട്, സ്തംഭങ്ങളും ഉണ്ട്. പിന്നെന്താ, കടൽ തീരത്ത് പോകുന്ന എന്തിനാ? ബീച്ചുകളുണ്ടല്ലേ. തിരമാലകളുടെ നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് ബീച്ചുകൾ ഉണ്ടാകുന്നത്. അപ്പൊ കടൽ തീര ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? സീ ക്ലിഫുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്, ബീച്ചുകളുണ്ട്. മറക്കരുത്. ഇത്രയാണ് നമ്മൾ നദിയുടെ കാര്യത്തിൽ പഠിക്കുന്നത്. ഇപ്പൊ വെള്ളത്തിന്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അടുത്ത നമുക്ക് മണലാരണ്യങ്ങളിലൂടെ നമുക്ക് പോകാം. ഇവിടെ പ്രധാനമായിട്ടും ഭൂരൂപം ഉണ്ടാകുന്നതിന്റെ കാരണം കാറ്റാണ്. കാറ്റിന്റെ പ്രവർത്തന ഫലം കൊണ്ടാണ് മരുഭൂമികളിൽ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത്. ഈ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകി ഇങ്ങനെ പറന്നു പോകുന്ന നമ്മൾ കാണാറുണ്ടല്ലേ. മണ്ണിനെ ഇളക്കി മാറ്റി അതിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിടും. അങ്ങനെ കാറ്റിന്റെ ഈ ഒരു അപരദന പ്രവർത്തനത്തെയാണ് ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. മരുഭൂമിയിൽ ശക്തമായ കാറ്റ് വീശുന്ന സമയത്ത് അവിടുത്തെ മണൽത്തരികളെ എടുത്ത് ഇളക്കി മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നു. ഇതിനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും ശിലാപദാർത്ഥങ്ങളൊക്കെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായിട്ട് വന്ന് ആഞ്ഞടിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഈ കാറ്റിന്റെ അപരദന പ്രവർത്തനത്തെയാണ് അപഘർഷണം അഥവാ അബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നദിയുടെ കാര്യത്തിലും പഠിച്ചിട്ടുണ്ട്.
ഇവിടെ എന്താണ്, ഇവിടെ കാറ്റ് വരുന്ന സമയത്ത് കാറ്റിൽ എന്തായിരിക്കും, മണൽത്തരികളോ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകും. ഈ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ മരുഭൂമിയിൽ ഓൾറെഡി നിൽക്കുന്ന ശിലകളിൽ വന്നിങ്ങനെ ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായിട്ട് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കും. ഇതാണ് കാറ്റിന്റെ അപരദന പ്രവർത്തനത്തെ അപഘർഷണം എന്ന് വിളിക്കുന്നു. അപ്പോൾ മരുഭൂമിയിലെ മണൽക്കാറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മരുഭൂമിയിൽ പൊതുവെ കൂൺ രൂപത്തിൽ കാണുന്ന ശിലകളെയാണ് കൂൺ ശിലകൾ എന്ന് പറയുന്നത്. താഴെ ഇരിക്കുന്ന പിക്ചർ കണ്ടോ, മരുഭൂമിയിൽ കൂൺ രൂപത്തിൽ കാണപ്പെടുന്ന ശിലകളെ കൂൺ ശിലകൾ, മഷ്റൂം റോക്സ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ പിക്ചർ എന്താണ്, മണൽ കൂനകളാണ് അല്ലേ. കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമികളിൽ മണൽ കൂനകൾ കാണുന്നുണ്ടോ, കാറ്റ് വന്ന മണൽ വന്ന് ഇങ്ങനെ കൂട്ടി ഇടുമ്പോൾ അതൊരു മണൽ കൂനയാകുന്നു. ലാസ്റ്റ് പിക്ചർ നോക്കിയേ, അത് ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് അല്ലേ. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളെ ആണെങ്കിൽ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു. വെറും മണൽക്കൂനയാണെങ്കിൽ അതിനെ മണൽക്കൂന എന്ന് വിളിക്കാം. ഈ മണൽക്കൂനകൾ തന്നെ ചന്ദ്രക്കലയുടെ ആകൃതിയിലാണെങ്കിൽ അതിനെ നമ്മൾ ബർക്കനുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ മരുഭൂമിയിലാണല്ലേ നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണ് ഭൂരൂപം ഉണ്ടാകുന്നത്, കാറ്റിന്റെ പ്രവർത്തനം മൂലമാണ്. കാറ്റ് വീശുമ്പോൾ ശക്തമായിട്ട് ഈ മണൽത്തരികളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടുന്നതിനെ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഈ കാറ്റ് വരുമ്പോൾ കൊണ്ടുവരുന്ന മണൽത്തരികളും ശിലാപദാർത്ഥങ്ങളൊക്കെ ശിലകളിൽ വന്ന് തട്ടി ഉണ്ടാകുന്നതിനെ നമ്മൾ അപഘർഷണം എന്ന് പറയുന്നു. പിന്നെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ശിലകളെ നമ്മൾ കൂൺ ശിലകൾ എന്നാണ് പറയുന്നത്, കാരണം അത് കൂൺ ഷേപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്നതാണ് മണൽക്കൂനകൾ. ആ മണൽക്കൂനകൾക്ക് ചന്ദ്രക്കലയുടെ ആകൃതി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ മരുഭൂമിയിലെ കാഴ്ചയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി ഒരു മഞ്ഞുമലയിലേക്ക് പോകാം. മഞ്ഞുമലയിൽ പ്രധാനമായിട്ട് എന്താ പറയാനുള്ളത്, ഹിമാനികളാണ് അല്ലേ, ഗ്ലേഷ്യേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ഭീമാകാരമായ മഞ്ഞുപാളികൾ സാവധാനം താഴ്വരയിലേക്ക് നീങ്ങുന്നു. ഇതിനെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നോക്കിയേ, താഴ്വരകളിൽ രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. ഈ മഞ്ഞ് പെയ്യുന്ന താഴ്വരകളിൽ ചാരു കസേരയുടെ ഷേപ്പിലിരിക്കുന്ന താഴ്വരകളെ പ്രത്യേകം വിളിക്കുന്ന പേരാണ് സിർക്കുകൾ. ഇരിക്കൂ എന്ന് പറയുന്ന പോലെ തോന്നില്ലേ, സിർക്കുകൾ ഇരിക്കൂ. അപ്പൊ ഇരിക്കാൻ പറ്റുന്ന എവിടെയാ, കസേരയിലാണ് അല്ലേ. അപ്പൊ ചാരു കസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്, സിർക്കുകൾ. അപ്പൊ നമ്മൾ മഞ്ഞിന്റെ എന്തൊക്കെ പറഞ്ഞു, ഹിമാനികൾ പറഞ്ഞു, ഗ്ലേഷ്യേഴ്സ്, പിന്നെ പറഞ്ഞു സിർക്കുകൾ പറഞ്ഞു. അടുത്തത് യു രൂപ താഴ്വരയാണ്. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദനം മൂലം നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളും രൂപം കൊള്ളുന്നു. ഇതിനെയാണ് യു രൂപ ഹിമതാഴ്വര എന്ന് പറയുന്നത്. ചെങ്കുത്തായ വശങ്ങളായിരിക്കും അല്ലെ, നിരപ്പായ ഒരു അടിത്തട്ടും അതിന്റെ സൈഡിൽ ചെങ്കുത്തായ വശങ്ങളും ഉള്ളതാണ് യു രൂപ ഹിമതാഴ്വര. ഓർത്തോണം, വി രൂപ താഴ്വരകൾ ഉണ്ടാക്കുന്നത് നദികളാണ്. യു രൂപ ഹിമതാഴ്വരകൾ, ഹിമ യു രൂപം എവിടെയാണ്, അത് ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദനം മൂലം ആ നടുഭാഗം എന്താകുന്നു, നിരപ്പാകുന്നു, സൈഡ് ഭാഗം ചെങ്കുത്തായിട്ട് നിൽക്കുന്നു. ഇതാണ് യു രൂപ ഹിമത്താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ ഹിമാനികൾ പറഞ്ഞു, സിർക്കുകൾ പറഞ്ഞു, യു രൂപ ഹിമത്താഴ്വരകൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് മൊറൈനുകളെ കുറിച്ചാണ്. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമത്താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളെയാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. മൊറൈൻസ് കേട്ടോ. ഹിമാനികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ പല ഭാഗത്തും കൊണ്ട് നിക്ഷേപിക്കുന്നു. ഇതിനെ നമ്മൾ മൊറൈനുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മഞ്ഞിന്റെ നമ്മൾ ഏതൊക്കെ പറഞ്ഞേ, ഹിമാനികൾ, സിർക്കുകൾ, യു രൂപ ഹിമത്താഴ്വരകൾ, മൊറൈനുകൾ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂരൂപങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ. ഇനി ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് ഡീഗ്രഡേഷനും അഗ്രഡേഷനുമാണ്. അതുകൂടെ എന്താ നോക്കാം. അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു. അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കിയാൽ അതിനെ ഡീഗ്രഡേഷൻ എന്ന് പറയും. നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയാണെങ്കിൽ അതിനെ അഗ്രഡേഷൻ എന്ന് പറയുന്നു കേട്ടോ. ഈ രണ്ട് പ്രവർത്തനങ്ങളെയും ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവ പൊതുവെ നിരപ്പാക്കൽ പ്രക്രിയ അഥവാ ഗ്രേഡേഷൻ എന്ന് പറയുന്നു. നിരപ്പാക്കൽ പ്രക്രിയ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഭൂരൂപങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ ഭൂരൂപങ്ങളും അത് ഏതൊക്കെയാണ്, കാറ്റ് കൊണ്ടാണോ, നദി കൊണ്ടാണോ, തിരമാലകൾ കൊണ്ടാണോ, ഭൂഗർഭജലം കൊണ്ടാണോ, ഹിമാനികൾ കൊണ്ടൊക്കെയാണോ ഈ ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ആ ഭൂരൂപങ്ങളൊക്കെ ഏതൊക്കെയാണ്. ഈ മറ്റേ ചാരു കസേരയുടെ ആകൃതിയിലുള്ള സിർക്കുകൾ, ഇതെല്ലാം പി വൈക്കുമാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനയാണെങ്കിൽ ബർക്കനുകൾ, അതൊക്കെ പി വൈക്കുമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പി വൈക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്